ഇതാണ് നമ്മൾ മലയാളം ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിരുന്നത്. അത് നിങ്ങൾ തന്നു. എന്തുവാടെ പുതിയ പ്രൊമോ വന്നത്? നിങ്ങൾ കണ്ടായിരുന്നോ? നമ്മുടെ ഹിന്ദി ബിഗ് ബോസിനെ കടത്തി വെട്ടുന്ന ലെവലിലായിരുന്നു നമ്മുടെ സ്റ്റേജ് ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ. അഖിൽ മാരാറും രഞ്ജിനിയും റിയാസും നമ്മുടെ ആങ്കർ റെനീഷയൊക്കെ തീപ്പൊരി. ഇനി ബിഗ് ബോസ് അഗ്നിപരീക്ഷ തീപ്പൊരിയാകുമോ പവനായി ശവമാകുമോ എന്ന് കണ്ടറിയാം. സത്യം പറയാലോ, നല്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് തന്നെ പറയണം. ഓഗസ്റ്റ് 15-ാം തീയതി മുതൽ തുടങ്ങാൻ പോവാണ് നമ്മുടെ അഗ്നിപരീക്ഷ. അതിന്റെ ഡേറ്റ്, സമയം, അതുപോലെ തന്നെ ടെലികാസ്റ്റിങ്ങിന്റെ കാര്യങ്ങള്, സ്റ്റേജുകള്, കണ്ടസ്റ്റൻസിന്റെ മുഖമൊക്കെ മറച്ചുകൊണ്ട് ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉള്ളതുപോലെയുള്ള പ്രൊമോകള് ഒക്കെ വന്നിട്ടുണ്ടല്ലേ. സത്യം പറയാലോ, ഇത് കണ്ടപ്പോൾ ഒരു നിമിഷം നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ കാര്യത്തിൽ എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ ഇതിന് കുറെ നെഗറ്റീവ് കാര്യങ്ങളും കൂടി എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്ക് ഇതെല്ലാം ചെയ്തു. മെയിൻ സീസൺ കഴിഞ്ഞ വർഷം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം, അതുമായിട്ട് കമ്പയർ ചെയ്യാം. ഇത്തവണ എങ്കിലും അങ്ങനെ സംഭവിക്കരുത്. അഗ്നിപരീക്ഷ നിങ്ങൾ ഭയങ്കര ഹൈപ്പ് ഇടുന്നുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ബിഗ് ബോസും വേണ്ടത്. എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം. സോ എല്ലാവർക്കും എൻ്റെ മുള്ളറ്റ് മീഡിയയിലോട്ട് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ആണ്, മോട്ടിവേഷൻ ആണ്. എന്നാലും മാത്രമേ വീഡിയോ കൂടുതൽ പേരിലേക്ക് സജഷൻ പോകത്തുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. എൻ്റെ FBയും ഇൻസ്റ്റയും ഫോളോ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. വീഡിയോ ഹൈപ്പും കൂടി ചെയ്താൽ വലിയ ഉപകാരം. അപ്പോൾ നമുക്കറിയാം, ഇന്ന് രാവിലെ മുതൽ ചറപറ പ്രൊമോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കടക്കവും പുടക്കവും എന്ന് പറഞ്ഞ കണക്ക് ഷോർട്സ്, പ്രൊമോകള്, ഇപ്പൊ സ്റ്റേജിന്റെ പരിപാടീസ്, സ്റ്റേജ് എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ഉള്ളത് മൊത്തം പുറത്തു വിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ. അല്ലേ, നിങ്ങൾക്ക് എന്ത് തോന്നി മക്കളെ? നിങ്ങളത് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം, രാവിലെ തന്നെ ഫസ്റ്റ് കണ്ടത് നമ്മുടെ കണ്ടസ്റ്റൻസ് മുഖം മറച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഓരോ കണ്ടസ്റ്റൻസും മുഖം മറച്ചിട്ട് ഞാൻ ആർട്ടിസ്റ്റാണ്, ഞാൻ മോഡലാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിലോട്ട് വരാൻ പോവാണ്, ബിഗ് ബോസ് ആണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ സത്യം പറയാലോ, നമ്മുടെ ഹിന്ദി ബിഗ് ബോസിലാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, കണ്ണും മൂക്കൊക്കെ മറച്ചിട്ട് ഞാൻ വരുന്നുണ്ട്, എന്നെ മനസ്സിലായോ ഞാൻ ആരാണെന്ന്, എൻ്റെ കണ്ണ് കണ്ടിട്ട് അറിയാവോ ഞാൻ ആരാണെന്ന്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോസും ഇൻട്രോസും ഒക്കെ വരുന്ന നമ്മുടെ ബിഗ് ബോസിലാണ് പ്രൊമോസ് ഒക്കെ, ഹിന്ദി ബിഗ് ബോസിൽ. അപ്പൊ അത് മലയാളത്തിലോട്ട് വന്നപ്പോൾ എനിക്ക് അയ്യോ എന്ത് രസം. കഴിഞ്ഞ പ്രൊമോ നമുക്കറിയാം എയറിൽ കയറിയ പ്രൊമോയായിരുന്നു. റിയാസും രഞ്ജിനിയും അഖിൽമാരാരുടെയും പെർഫോമൻസ് കണ്ട് ഞാൻ വന്നിരുന്ന ട്രോൾ ചെയ്യാൻ നിങ്ങൾ കുറേ പേര്, എനിക്ക് തോന്നുന്നു 90% പ്രേക്ഷകരും പറഞ്ഞിരുന്നത് അത് കൊള്ളത്തില്ല, എന്ത് വാടയാ ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ്. പക്ഷെ ഇപ്പം ഞാൻ ആ സാധനം തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണ്, എന്ത് വാടക ചെയ്തു വെച്ചിരിക്കുന്നത്, സൂപ്പർ, നല്ല രസമുണ്ട് കേട്ടോ, എന്താണെന്നല്ലേ പറയാം. അപ്പോൾ ആദ്യം പറഞ്ഞു വന്നാൽ നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ മുഖം മറച്ചുകൊണ്ടുള്ള പ്രൊമോ അത് വന്നു. അതിനുശേഷം രജിത് കുമാറിന്റെ 7 ദിവസമേ ഇനി ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രൊമോ വന്നു, ഷോർട്സ് വന്നു. ദെൻ അതിനുശേഷമാണ് നമ്മുടെ സ്റ്റേജ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ മക്കളെ? സ്റ്റേജ് കാണിക്കുന്നത് ആരാണ്? നമ്മുടെ റിയാസ് ഇങ്ങനെ വരുന്നുണ്ട്, രഞ്ജിനി നിൽക്കുന്നുണ്ട്, അഖിൽ മാരാർ നിൽക്കുന്നുണ്ട്. 3 പേരുടെയും ഔട്ട്ഫിറ്റ് തന്നെ നല്ല രസമുണ്ട്. നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും. അതുപോലെ തന്നെ റനീഷയെ കാണിക്കുന്നുണ്ട് ഒരു അടിപൊളി കോസ്റ്റ്യൂമില്. നമ്മുടെ സ്റ്റേജ്, എന്റെ പൊന്നു മക്കളെ, എനിക്ക് ഉമ്മ വയ്ക്കാൻ തോന്നി കണ്ടിട്ടോ മലയാളം ബിഗ് ബോസിന്റെ സ്റ്റേജ് ഉണ്ടാക്കിയ ആൾക്കാരെ. കാരണം സത്യം പറയാമല്ലോ, ബിഗ് ബോസിന്റെ എപ്പോഴത്തെയും, ഞാൻ വെറുതെ പറയണല്ലടാ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സത്യം പറയാലോ, എനിക്ക് ഭയങ്കര സന്തോഷം മക്കളെ. കാരണം ബിഗ് ബോസ് ഹിന്ദി തുടങ്ങുമ്പോൾ എപ്പോഴും ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത് സൽമാൻ സാർ വരുന്ന സ്റ്റേജ് കാണാനാണ്. കാരണം ആ സ്റ്റേജ് ബിഗ് ബോസിന്റെ കണ്ണുപോലെ ഇരിക്കും. മിക്ക സീസണിലും ബിഗ് ബോസിന്റെ കണ്ണുപോലെ ഇരിക്കും സ്റ്റേജ്. ഇങ്ങനെ തുറന്നിട്ട് ആ സ്റ്റേജ് ഇങ്ങനെ നടുക്കുന്ന് ഇങ്ങനെ തുറന്നിട്ട് സൽമാൻ സാർ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോഴത്തേക്കും അതാണ് അവിടെ ബിഗ് ബോസ് ഹിന്ദിയുടെ ബീജിയം. ആ ബീജിയം എൻ്റെ മുന്നേ ഞാൻ എപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ട് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ എപ്പോഴെങ്കിലും അതുപോലെ ആ കണ്ണൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റേജ് നമുക്ക് കിട്ടണേ എന്ന്. പക്ഷേ സീസൺ 4 ഒരു പകുതി കണ്ണൊക്കെ പോലത്തെ ഒരു സാധനം നമുക്ക് ഉണ്ടായിരുന്നു. ഹിന്ദി ബിഗ് ബോസിന് സെറ്റ് ആയിരുന്നു. അത് ആദ്യമായിട്ടാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ സ്റ്റേജ് ആ ഒരു ഓപ്പണിംഗ് പോർഷൻ എന്ത് വന്നത്, കറക്റ്റ് കണ്ണ് ബിഗ് ബോസിന്റെ ഐയുടെ ലോഗോ പോലത്തെ ഒരു സാധനം ആ ഒരു സ്റ്റേജിൽ വന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കാണുമ്പോഴേ ഒരു ത്രില്ലാണടേ സത്യം. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, അഗ്നിപരീക്ഷയിലെ പ്രൊമോയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.
പക്ഷെ ഈ സെയിം സ്റ്റേജ് തന്നെ നമുക്ക് മതിയായിരുന്നു എന്തിന്, നമ്മുടെ മെയിൻ ബിഗ് ബോസിന്. ഇതുപോലെ ആ കണ്ണൊക്കെ വെച്ചിട്ട് ആ കണ്ണൊക്കെ ആ സൈഡിലേക്ക് ഓരോ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. റനീഷ കയറി വരുന്ന ഓപ്പണിംഗ് ഒക്കെ നിങ്ങൾ ആ പ്രൊമോയിൽ കണ്ടിട്ടുണ്ടാവും. വേറെ ലെവൽ, നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ കണ്ടസ്റ്റൻസ് 40 കോമണേഴ്സിന് ഇരിക്കാനുള്ള 20 പേർക്ക് വലതുവശത്തും 20 പേർക്ക് ഇടതുവശത്തും ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ജഡ്ജസിന്റെ സ്ഥലങ്ങളെല്ലാം ആ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ സെറ്റ് അവർ ഉണ്ടാക്കിയെടുത്തതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കൊച്ചിയിൽ തന്നെ ഉള്ള സെറ്റാണ് കേട്ടോ. കൊച്ചിയിൽ പാതാളം, കളമശ്ശേരി പാതാളത്തിലുള്ള സെറ്റാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എൻ്റെ പിന്നെ ചെന്നൈയിലും ഈ എന്താ പറയുക ഹിന്ദി ബിഗ് ബോസിലെ മുംബൈയിലൊക്കെ ഉണ്ടായിരുന്ന സെറ്റ് പോലെ തന്നെ ഇത്രയും അടിപൊളിയായിട്ട് ചെയ്ത മേക്കേഴ്സിന് സത്യം പറഞ്ഞാൽ ഒരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. എപ്പോഴും നമ്മൾ അവരെ ട്രോളും അല്ലേ, അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ, ഹിന്ദി 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 എന്നൊക്കെ പറയും. കുറെ പ്രേക്ഷകർ നിങ്ങൾ പറയും അവൻ്റെ ഒരു ഹിന്ദി 24 മണിക്കൂർ ഹിന്ദിയും പൊക്കി പിടിച്ചോണ്ട് വരുമെന്ന്. പക്ഷെ സത്യം ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇനി പറയാനുള്ള കാര്യം, നിങ്ങൾ ഈ പ്രൊമോസ് ഇടുന്നുണ്ട്, ഹൈപ്പ് ഒത്തിരി ഹൈപ്പ് ഇറക്കി ഈ പരിപാടീസൊക്കെ ഇപ്പം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. വളരെ നല്ല കാര്യം. പക്ഷേ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മക്കളെ, നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങുന്നതിൻ്റെ അന്ന് ഒരു പ്രൊമോ പോലും വൈകുന്നേരം 6 മണി 7 മണി വരെ വന്നിട്ടില്ല. ലോഞ്ച് പ്രൊമോ, സ്റ്റേജിന്റെ പ്രൊമോ, കണ്ടസ്റ്റൻസിന്റെ പ്രൊമോ, ഹൗസിന്റെ പ്രൊമോ ഒന്നും വന്നിട്ടില്ല. നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അന്ന് നമ്മളിങ്ങനെ ഈച്ചയായിട്ട് ഇരിക്കുകയായിരുന്നു. നമ്മളിവിടെ കണ്ടസ്റ്റന്റ് ലിസ്റ്റും പറഞ്ഞാൽ ഇപ്പൊ പ്രൊമോ വരും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാൻ തുടങ്ങി. ഒരു പ്രൊമോ പോലും അന്ന് വന്നിട്ടില്ല വൈകുന്നേരം വരെ. അപ്പൊ അത് വലിയൊരു അപാകതയാണ്. അപ്പൊ അതേപോലെ ഈ അഗ്നിപരീക്ഷയ്ക്കും ഇത്തവണ വരുന്ന ബിഗ് ബോസ് നിങ്ങൾ കാണിക്കരുത്. കാരണം ബിഗ് ബോസ് തുടങ്ങുന്ന ആ ഒരു ദിവസം നിങ്ങൾ കാണിക്കുന്ന പ്രൊമോസും വീടിന്റെ ചെറിയ ചെറിയ കട്ട് പീസസ് ഒക്കെ കാണാൻ നമ്മൾ ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. അല്ലേ, നിങ്ങൾക്ക് അങ്ങനെയാണോ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അതിപ്പോ ഹിന്ദി ആയാലും തമിഴായാലും മലയാളം ആയാലും എനിക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മൊമെന്റ്, ഇപ്പൊ നിങ്ങൾ ആ സ്റ്റേജ് കാണിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു. സത്യം പറയാമല്ലോ, ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് വന്നിരുന്ന് പറയാൻ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് തുടങ്ങുന്ന ദിവസമായാലും അതുപോലെ ഇത് തീരുന്ന ദിവസമായാലും ബിഗ് ബോസ് തുടങ്ങുന്ന ദിവസമായാലും ഇതേ രീതിയിലുള്ള പ്രൊമോഷൻസും കട്ട് പ്രൊമോസ് ഒക്കെ നമുക്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്കും റിവ്യൂവേഴ്സിനും ഒക്കെ അത് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു സാധനമാണ്. കാരണം നമ്മൾ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന സാധനങ്ങളാണ് ഈ ചെറിയ ചെറിയ പ്രൊമോസ്, കട്ട് സീൻസും ഒക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ റനീഷ, അഖിൽ മാരാറ്, റിയാസ്, രഞ്ജിനി ഇവരെ 4 പേരെയും കാണിച്ചുകൊണ്ടുള്ള ഒരു പൊളപ്പൻ പ്രൊമോ വന്നിട്ടുണ്ട്. അതിലാണ് സ്റ്റേജ് റിവീൽ ചെയ്യുന്നത്. പിന്നെ കണ്ടസ്റ്റൻസ് ഒരാളുടെ നിഴലൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ കൊത്തപ്പണി ചെയ്യുന്ന ആളാണ്, പക്ഷെ ഇത്തവണ എന്താ പറയാ ഞാൻ ബിഗ് ബോസ് മേടിച്ച് ചവിട്ടി പൊളിക്കാൻ വരുവാണെന്നൊക്കെ പറഞ്ഞുള്ള നല്ല രസമുള്ള പ്രൊമോയാണ് കേട്ടോ. പക്ഷേ ഇതിനകത്തുള്ള ഒരു അപാകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് ഈ ഷോ ഇത്രയ്ക്കും ഹൈപ്പ് കൊടുത്തിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ഇത് സ്റ്റാർ മാജിക് സാധനമാണെങ്കിൽ, അതായത് നിസാര ടാസ്ക്, ഈ കുളങ്കര കളി, സാറ്റ് കളി, പിന്നെ മണ്ണാങ്കട്ടേങ്കരിയിലെ കളിയാണെങ്കിൽ നിങ്ങളെ ട്രോളി നിങ്ങൾ എയറിൽ കയറും. കാരണം ഈ പ്രൊമോസൊക്കെ തീയാണ് വരാനിരിക്കുന്നത്, അഗ്നിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ എയറിൽ കയറും. പിന്നെ ഈ കോമ്പറ്റീഷന്റെ വിധി നിശ്ചയിക്കുന്നത് പൂർണ്ണമായിട്ടും ഇതിലെ അവരുടെ പെർഫോമൻസ് ബേസ് ആണെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഈ പ്രൊമോക്കകത്ത് കുറെ സീക്രട്ടുകൾ അഖിൽ മാരാറും റിയാസും രഞ്ജിനിയൊക്കെ പറയുന്നുണ്ട്. ഈ ഷോ വേറെ ഒരു ഷോ ആണെന്നാണോ നിങ്ങൾ കരുതിയെന്നാണ് റിയാസ് ആദ്യം തന്നെ ചോദിക്കുന്നത്. അപ്പം അങ്ങനെയല്ല, ഇതിനകത്ത് ഒരു സംഭവം ഉണ്ട് എന്നുള്ള ലെവലാണ് അഖിൽ മാരാർ പറയുന്നത്. അപ്പോഴാണ് റനീഷിന്റെ എൻട്രി ഒക്കെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ ടാസ്കിൽ ഇന്ന ആൾക്ക് മാർക്ക് കുറഞ്ഞു നിങ്ങൾ ഔട്ട്, അങ്ങനെ ഔട്ടാക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയോ ഇതിനകത്ത് കുറെ കളികളുണ്ട്. മൊത്തത്തിൽ ഇവരെ വീക്ഷിച്ച് ഇവരൊരു ബിഗ് ബോസ് മെറ്റീരിയൽ കൂടിയാണെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രൊമോ കണ്ടതിൽ വെച്ചിട്ട്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നുള്ളത് താഴെ മസ്റ്റായിട്ട് കമന്റ് ചെയ്യണം. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ FBയിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യണം, ഇൻസ്റ്റയിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോ ചെയ്യണം, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.